കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം റൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. എന്നിരുന്നാലും ഇത് ഉണ്ടാക്കാനായിട്ട് ചുരുങ്ങിയത് ഒരു 20 മിനിറ്റ് സമയം ആവശ്യമായിട്ട് വരും. ഇത് പാനിൽ തയ്യാറാക്കുകയാണെങ്കിലാണ് അതൊരു 20 മിനിറ്റ് സമയം ഞാൻ പറയുന്നത്. പ്രഷർ കുക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം പോലും ആവശ്യമായിട്ട് വരില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ പാനിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസുമതി റൈസ് 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബസുമതി റൈസ് ആയതുകൊണ്ട് തന്നെ അതൊരു 20 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കണം. നേരെ മറിച്ച് നമ്മൾ വയനാടൻ കൈമയാണ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് അരി കഴുകിയിട്ട് നേരെ തന്നെ നമുക്ക് റൈസ് തയ്യാറാക്കാം. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭിക്കാം വയനാടൻ കൈമയാണെന്ന് വെച്ചാൽ. അരി വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് പാന് സ്റ്റവിൽ വെച്ച് ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പാന് ശരിക്കും ഇത്ര ചൂടാവേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ വെച്ചപ്പോൾ കുറച്ചധികം ചൂടായിപ്പോയി, അതുകൊണ്ടാണ് പാനിനൊരു കളർ ചേഞ്ച് വന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മഷ്റൂം നല്ലപോലെ വൃത്തിയാക്കി കഴുകി അരിഞ്ഞതാണിത്. ഇതൊരു 300 ഗ്രാം മഷ്റൂം ഉണ്ട്. അപ്പോൾ ഈ മഷ്റൂം നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു അരഭാഗം വേവണ വിധത്തിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ബാക്കി നമ്മൾ റൈസിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. തുറന്ന് വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ മഷ്റൂം കുക്ക് ചെയ്യുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് വേവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ മഷ്റൂമിൽ നിന്നൊരു വെള്ളം ഊറി വരും നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാഫ് വേവിച്ചിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. മഷ്റൂം ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഹാഫ് ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ തുറന്ന് വെച്ചിട്ട് വേവിക്കുമ്പോൾ നമുക്ക് മഷ്റൂം മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ കോരിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മഷ്റൂമിൽ നിന്നൊരു വെള്ളം ഊറി വന്നിട്ട് അതും നെയ്യൊക്കെ കൂടി യോജിച്ചിട്ട് പിന്നീട് നമുക്കിതിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ട് വാട്ടിയെടുക്കാൻ പറ്റില്ല. നമ്മൾ സബോളയൊക്കെ ഇനി നെയ്യിലിട്ടിട്ടാണ് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ മഷ്റൂം ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നെയ്യിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് സബോള ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ അധികം റൈസ് എടുത്തിട്ടില്ലല്ലോ. റൈസ് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് റൈസ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 2 മീഡിയം സൈസ് സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സബോളയുടെ അളവ് കൂട്ടാം കേട്ടോ. ഇനി നമുക്ക് ഈ സബോളയും ഇതേപോലെ ഒന്ന് കളറൊന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് കളർ ചേഞ്ച് വരേണ്ട സബോളയ്ക്ക്. ഒരുപാട് കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ചോറിൻ്റെ കളറൊക്കെ വല്ലാണ്ട് മാറും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയാൽ പിന്നീട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മുഴുവൻ ഇട്ട് കൊടുക്കണമെന്നില്ല. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സബോള വഴന്ന് വരാനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു, അതുകൊണ്ട് പിന്നീട് എനിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ സബോള വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ബേ ലീവ്സും അതേപോലെ തന്നെ 2 പട്ടയും പിന്നെ ഒരു 2 or 3 ഗ്രാമ്പൂവും അതേപോലെ തന്നെ ഏലക്കയും ഇട്ട് കൊടുക്കുക. അതും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഒരുപാടൊന്നും വഴറ്റണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റണില്ല എന്ന് തോന്നിയാൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യോ ഒക്കെ ചേർക്കാം കേട്ടോ. പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പോൾ 2 കപ്പ് അരി ആയതുകൊണ്ട് ഒരുപാട് നെയ്യ് ചേർക്കണ്ട. ഒരുപാട് നെയ്യാണെങ്കിൽ വല്ലാണ്ട് നെയ്യിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു 1/4 ക്യാരറ്റുള്ളൂ. അതേപോലെ തന്നെ ഗ്രീൻ പീസ് ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. ബീൻസ് അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ ഇത് പിന്നെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തേക്കാണ്. സാധാരണ ഗ്രീൻ പീസൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ പിന്നെ സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക.
ഇതിൽ ക്യാരറ്റും ബീൻസൊക്കെ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ വേവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇത് 1 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ക്യാരറ്റും ബീൻസൊക്കെ പെട്ടെന്ന് വേവുന്ന വെജിറ്റബിളാണ്. നമ്മൾ ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അരി ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് ചെറുതീയിൽ മൂടി വെച്ചാൽ തന്നെ ഇത് നല്ലപോലെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വേറൊരു സെപ്പറേറ്റ് പാനിൽ വെച്ചിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ചേർക്കണം. അത് ബസുമതി റൈസ് ആണെങ്കിലും വയനാടൻ കൈമ ആണെങ്കിലും അത്ര തന്നെ ചേർക്കണം വെള്ളം. എപ്പോഴും അരിയുടെ ഇരട്ടി വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിച്ചത് 3 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ആ 1 കപ്പ് വെള്ളം ഞാനിവിടെ വെള്ളമായിട്ടല്ല തേങ്ങാപ്പാലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് ചൂടുവെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലും ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൽ തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ കറക്റ്റ് അളവായി 3 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലും അടക്കം 4 കപ്പ് വെള്ളത്തിലേക്കാണ് നമ്മളിപ്പോൾ അരി ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ അരി 20 മിനിറ്റോളം കുതിരാൻ വെച്ചിട്ടുണ്ട്. ആ അരി ഒന്ന് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം, വെള്ളം നല്ലപോലെ വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് തിളച്ച് വരുന്ന സമയത്ത് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് ഇല്ലെങ്കിൽ ഇതിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അരി ഇട്ട് കൊടുത്ത അപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കണ മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാഫ് കുക്കായിട്ടുള്ള അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഒരുപാട് പ്രഷർ കൊടുക്കാണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അരിയൊന്ന് തിളച്ച് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജ് എത്തുന്ന സമയത്ത് മാത്രം ഇതൊന്ന് മൂടി വെച്ചാൽ മതി. അതുവരെ നമ്മൾ ഇത് തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് വേവിക്കുക. അതായത് ഒരു ബബിൾസൊക്കെ വന്ന് തുടങ്ങും. ഇതൊന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് ഒരു ബബിൾസൊക്കെ വന്ന് തുടങ്ങും. ആ സമയത്ത് വേണം നമ്മൾ മൂടി വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ തീ നല്ല പോലെ കുറയ്ക്കണം. നമ്മളുടെ സ്റ്റൗവിന് ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഫ്ലെയിം ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഏകദേശം ബബിൾസൊക്കെ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് വേണം നമ്മളിതൊന്ന് മൂടി വെക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി കരിയും. അത് ഷുവറാണ്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ വിചാരിച്ച പോലെ വേണ്ടത്ര വെന്ത് കിട്ടുകയും ചെയ്യില്ല. പിന്നെ ഇവിടെ ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ഇത് 4 കപ്പും വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, പ്രശ്നമില്ല. പക്ഷേ തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാലൊന്നും എടുക്കാൻ പറ്റണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണമെന്നില്ല. അതേപോലെ തന്നെ ഫ്രഷ് തേങ്ങാപ്പാൽ തന്നെ എടുക്കണമെന്നില്ല. നമ്മൾ കോക്കനട്ട് പൗഡറൊക്കെ വാങ്ങിയിട്ട് കറികളൊക്കെ ഉണ്ടാക്കണവരൊക്കെ ആണെങ്കിൽ കോക്കനട്ട് പൗഡർ കലക്കിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ചിലപ്പോൾ നമുക്ക് മോർണിംഗിലൊക്കെ ഫ്രഷ് കോക്കനട്ട് എടുത്തിട്ട് ചിരകി പിഴിയാനൊക്കെ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലത്തെ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വളരെ ലോ ഫ്ലെയിമിൽ ഇരിക്കണം. അപ്പോൾ നമ്മളുടെ റൈസ് നമുക്ക് തയ്യാറാക്കി കിട്ടും. പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ മൂടി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ വെജിറ്റബിളും മഷ്റൂമും ഒക്കെ ഒരു സൈഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികം പ്രഷർ കൊടുക്കാണ്ട്, അതായത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അരിയൊക്കെ വല്ലാണ്ട് കുഴഞ്ഞ് ഇതായിപ്പോവും. ഒന്ന് ഇളക്കിയിട്ട് നമുക്കെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതൊരു 5 മിനിറ്റും കൂടി നമ്മൾ മൂടി വയ്ക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നമ്മളുടെ ചോറ് കറക്റ്റ് നമുക്ക് പാകമായിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു ലെവലിൽ 5 മിനിറ്റോ അല്ലെങ്കിൽ നിങ്ങളിടുന്ന ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ 5 മുതൽ 7 മിനിറ്റൊക്കെ വരെയാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ഞാൻ പിന്നെയും ഇവിടെ ഒരു 5 മിനിറ്റ് മൂടി വെക്കാനിട്ടോ, ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട്. അപ്പോൾ 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ ചോറ് ഇപ്പോൾ വെള്ളമൊക്കെ ഫുള്ള് വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ട നമ്മളുടെ ചോറ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടിയിൽ നോക്കിയപ്പോൾ അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. കാരണം അത്രയും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അടിയിലൊന്നും പിടിക്കില്ല.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഫീഡ്ബാക്കും കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും വീഡിയോ കണ്ടതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും